വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ് ചാനാട്ടുപറ്റം ജംഗ്ഷൻ കട്ടപ്പന ഗ്രാൻഡ് സെന്റർ മാൾ മൂവാറ്റുപുഴ TMS സെന്റർ മാൾ പെരുമ്പാവൂർ ആൻഡ് മാൾ ഓഫ് ജോയ് കോട്ടയം വിചിത്ര ഫാബ്രിക്കിൽ വരുന്നൊരു പാർട്ടി വിയർ കളക്ഷൻ ആണ് കാണാൻ പോകുക. പാച്ച് വർക്ക് പാറ്റേൺ ആണ്. ഇതുവരെ കണ്ടുവന്ന പുതിയൊരു ബ്രാസോ പാച്ച് ആണ് ഇതിൽ ചെയ്തേക്കുന്നത് വിത്ത് മിറർ വർക്കും. അതിന്റെ ബോർഡേഴ്സ് നോക്കുമ്പോൾ ഇതുണ്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രോഷോ ലേസിന്റെ വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇതുപോലത്തെ ഒരു ബ്രാസോ വർക്കാണ്. അതിൽ മിറേഴ്സ് പാച്ച് വർക്കിൽ വരുന്നുണ്ട്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. 4 കളർ ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ ഇതിലുള്ളത്. ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു വാട്ടർമെലോൺ പിങ്ക് പോലെ നിൽക്കുന്ന ടൈപ്പ് ഒരു ഷെയ്ഡ്, അതിൽ ബ്രാസോ ഷെയ്ഡ് ഇതുപോലെ വരും. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഡാർക്ക് ഓർക്കിഡ് ലാവൻഡറിൻ്റെ ടോണിലാണ് വന്നിരിക്കുന്നത്. അതിലെ പാച്ച് വർക്ക് ഇതുണ്ട്. ലേസ് ആ ഒരു ബോർഡേഴ്സിൽ 3 ബോർഡർ പോലെ ഇങ്ങനെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. സെൻട്രൽ വരുമ്പം ഫുൾ ആ ഒരു പാച്ച് വർക്ക് ആണ്. അതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ബ്രാസോ പാച്ചാണ് അതിൽ കൊടുത്തേക്കുന്നത്. ബ്രാസോ ലേസർ പാച്ച്. ഇതിൽ വീവിങ് അല്ല, ഇത് ലേസർ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഇതുണ്ട്, ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഹെവി ആയിട്ട് അതിലും റിയൽ മിറേഴ്സും കൊണ്ടാണ് ആ ഒരു ദുപ്പട്ടയിൽ ഫുള്ളും വർക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള, നേരിട്ട് കാണാൻ കുറച്ചുകൂടെ നല്ല നല്ല കളർ ഷെയ്ഡ്സും ആണ്. ലൈറ്റായിട്ട് നിൽക്കുന്ന, പീസ്റ്റലല്ല മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ആൻഡ് ടോപ്പിലെ വർക്ക് ഇതേപോലെ വരും വിത്ത് ഇതുപോലെ ആ ഒരു ബോർഡേഴ്സിൽ ലേസ് വർക്ക് വരുന്നുണ്ട്. സെക്കൻഡ് കളർ ഇതാണ് നമ്മുടെ ലെവൻഡർ, ഡാർക്ക് ലെവൻഡർ അല്ലെങ്കിൽ ഓർക്കിഡ് ലാവൻഡർ എന്ന് പറയുന്ന നല്ല കളർ ഷെയ്ഡാണ്. അതിൽ വന്നിട്ടും ലൈറ്റും ഡാർക്കിൻ്റെയും കോമ്പിനേഷൻസിലാണ് ആ ഒരു ബ്രാസോ ലേസർ പ്രിന്റ് കൊടുത്തേക്കുന്നത് വിത്ത് മിറർ വർക്ക് വരുന്നുണ്ട്. ഇതേപോലെ നിൽക്കും. 2.6 മീറ്റർ ആണ് അതിൻ്റെ ടോപ്പിന് ലെങ്ത് വന്നിരിക്കുന്നത്. ഹെവി സാൻഡൂൺ ഫാബ്രിക്കിലുള്ള ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തേക്കുക. അതേപോലെ വരും ടോപ്പ്. ഇതാണ് ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഹെവി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ്. ഫുൾ മിറേഴ്സ്, റിയൽ ആയിട്ടുള്ള മിറേഴ്സും ഈ ഫ്ലവേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിൽ വരുമ്പം പാച്ച് വർക്കും അതിന് ചുറ്റും നല്ല ക്യൂട്ടായിട്ടുള്ള നോർമൽ കൈൻഡ് ലേസ് അല്ല, നല്ലൊരു കൈൻഡ് ഓഫ് ലേസ് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ലേസ് പാച്ചും ബോർഡറിൽ വന്നിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് കളർ. അടുത്ത ഷെയ്ഡ് നമ്മുടെ വാട്ടർമെലോൺ പിങ്ക് ആണ്. ഡാർക്ക് പിങ്ക് ടോണിലാണ് ഇത് വന്നിരിക്കുന്നത് വിത്ത് സെയിം വർക്ക്. ഇതിൽ വേറെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഇല്ല. ഈ ഒരു പാച്ച് വർക്ക്, ഈ സെയിം പാച്ച് വർക്ക് തന്നെയാണ് ദുപ്പട്ടയിൽ പോയിരിക്കുന്നത്. ഹെവി കൈൻഡ് ലേസർ ബ്രാസോപ്പിന്റെ പ്രിന്റ് വന്നിരിക്കുന്ന ദുപ്പട്ട, അതിൽ റിയൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഇതേപോലത്തെ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ്. 2.6 ആണ് ടോപ്പിന്റെ ലെങ്ത്. ദുപ്പട്ട 2.4 മീറ്റർ വരുന്നുണ്ട് വിത്ത് ഇതേപോലെ. ഇപ്പം ഈ ദുപ്പട്ടയ്ക്കൊക്കെ ഒത്തിരി ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അത് ടോപ്പിന് സ്ലീവ് ആയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓർ ബോട്ടത്തിന്റെ എൻഡിൽ, ഡാമനിൽ ബോട്ടത്തിൽ കൊടുക്കാൻ പറ്റും. അതായത് മിറേഴ്സും ഈ ലെസർ പ്രിന്റോട് വരുന്നത് കുറച്ചുകൂടെ സ്റ്റൈലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒത്തിരി പേരും പറയുന്നുണ്ട്. ബട്ട് പൊക്കോളൂരെ സംബന്ധിച്ച് ലെങ്ത് കിട്ടുക എന്നുള്ളത് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും ദുപ്പട്ടയ്ക്കും ലെങ്ത് കൂട്ടിയേക്കുന്നത്. അപ്പം വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്താൽ മതി. ഇതിൽ ലേസ് ഒന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരും ദുപ്പട്ട. ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ല ഗ്രീൻ ഷെയ്ഡാണ്. 4 കളർ ഷെയ്ഡ്സും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവുന്ന നല്ല കളർ ഷെയ്ഡ്സ് ആണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ്. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ദുപ്പട്ട വിത്ത് ഹെവി മിറേഴ്സ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സേ ഉള്ളൂ. റേറ്റ് 1290 ആണ്. 1290 ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.